ജില്ലയിലെ ഫയർ സ്റ്റേഷനുകളിൽ വാഹനങ്ങളുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആവശ്യത്തിന് ഡ്രൈവർമാരില്ല. ഒന്നോ രണ്ടോ കോളുകൾ ഒരുമിച്ച് വന്നാൽ സ്ഥലത്തെത്താൻ ഒരു നിർവാഹവുമില്ല. ഡ്രൈവർമാരില്ലാത്തതിനാൽ ആംബുലൻസ് ആവട്ടെ കാര്യമായി ഉപയോഗിക്കാറുമില്ല. ആകെ വേണ്ടതിനേക്കാൾ 18 ഡ്രൈവർമാരുടെ കുറവുണ്ട്. രാവിലെ 8:45 കയറി പിറ്റേന്ന് രാവിലെ 8:45 ഇറങ്ങുന്ന രീതിയിലാണ് ഒരാളുടെ ഷിഫ്റ്റ്. പിറ്റേന്ന് അവധിയായിരിക്കും. ഇതിനിടെ ആരുടെയെങ്കിലും ലീവോ ഓഫോ എടുത്താൽ അടിമുടി താളം തെറ്റും. ചൂട് കൂടിയതോടെ തീപിടുത്തത്തിന്റെ കാലമായതിനാൽ നല്ല തിരക്കാണ്. തോട്ടങ്ങൾ അടക്കമുള്ളതിനാൽ രാത്രിയും പകലുമില്ലാതെ വിളിയും വരും. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഉടൻ നിയമനം നടത്തണമെന്ന് കേരള ഫയർ സർവീസ് ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക് അസോസിയേഷനും ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലുമായി 9 ആംബുലൻസുകളാണ് ഉള്ളത്. അപകട സ്ഥലത്തും രോഗികളെയും ഒക്കെ കൊണ്ടുപോകാനാണ് സംവിധാനമെങ്കിലും ഡ്രൈവർ ക്ഷാമം മൂലം ആംബുലൻസ് വിളിച്ചാൽ പോകാറില്ല. തിരക്കില്ലെങ്കിലും ഫയർ കോൾ വന്നാൽ പോകാൻ ആളില്ലാത്തതാണ് കാരണം. ഇതിനിടെ ശബരിമല ഡ്യൂട്ടിയും മറ്റ് പരിശീലനങ്ങൾക്കുമൊക്കെ പോവേണ്ടി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഞെരുക്കത്തിലാവും. ഇവിടെയുള്ള ഭൂരിഭാഗം ഡ്രൈവർമാരും അന്യജില്ലക്കാരാണ്. ഇതുമൂലം അസമയത്ത് കോള് വന്നാൽ വഴിയറിയാതെ കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത സംഭവങ്ങളുമുണ്ട്. നാട്ടുകാരായ ഡ്രൈവർമാരെ അതാത് സ്റ്റേഷനുകളിൽ ജോലിക്ക് നിയോഗിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 8 ഫയർ സ്റ്റേഷനുകളിലായി 60 ഡ്രൈവർമാരുടെ കുറവാണ് ഉള്ളത്. നിലവിൽ 42 ഡ്രൈവർമാരാണ് ഇപ്പോൾ ഉള്ളത്. കോട്ടയം ജില്ലയിലെ ഫയർ സ്റ്റേഷനുകളും വാഹനങ്ങളുടെ എണ്ണവും ഡ്രൈവർമാരുടെ എണ്ണവും എടുത്തു നോക്കിയാൽ കോട്ടയത്ത് 15 വാഹനങ്ങളും 7 ഡ്രൈവർമാരുമാണ് ഉള്ളത്. പാലയിൽ 7 വാഹനങ്ങളും 4 ഡ്രൈവർമാരുമാണുള്ളത്. ചങ്ങനാശ്ശേരിയിൽ 7 വാഹനങ്ങളും 6 ഡ്രൈവർമാരും. പാമ്പാടിയിൽ 6 വാഹനങ്ങളും 5 ഡ്രൈവറും. കടത്തുരുത്തിയിൽ 5 വാഹനവും 6 ഡ്രൈവറും. വൈക്കത്ത് 7 വാഹനവും 4 ഡ്രൈവറും. ഈരാറ്റുപേട്ടയിൽ 6 വാഹനവും 5 ഡ്രൈവറും. കാഞ്ഞിരപ്പള്ളിയിൽ 7 വാഹനവും 5 ഡ്രൈവറും. ഇങ്ങനെയാണ് നിലവിലെ കണക്കുകൾ. കഴിഞ്ഞ വർഷം മാത്രം ലഭിച്ച കോളുകൾ കോട്ടയത്ത് 736ഉം പാലയിൽ 339ഉം കടുത്തുരുത്തിയിൽ 273ഉം വൈക്കത്ത് 296ഉം കാഞ്ഞിരപ്പള്ളിയിൽ 327ഉം ഈരാറ്റുപേട്ടയിൽ 240ഉം ചങ്ങനാശ്ശേരിയിൽ 400ഉം പാമ്പാടിയിൽ 300ഉം എന്നിങ്ങനെയാണ്.